നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ 14 ദിവസം റിമാൻഡിലാണ്. ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. പ്രഷർ ഡൗൺ ആയിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്, കാല് പൊട്ടിയിട്ടുണ്ട്. അതായത് ഇത് വേണ്ട, പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. അല്ല, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ, ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി, ഇനി അടുത്ത തവണ നമുക്ക് ഒന്നും കൂടി ശ്രമിക്കാം. രാത്രിക്കും പകരം ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? എന്താ കുഞ്ഞെ ഉണ്ടായത്? കാർഡിയോളജിക്ക് ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടുപോയെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. എന്തിനാ ഇയാളെ പൊറുക്കി കൊണ്ടോണ്ട ആവശ്യം എന്താ? അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂലോ, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കോടതി ആയിക്കോട്ടെ, മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്റെ പൊന്നുനായിട്ടവരൊക്കെ അറിയിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്താ സമ്മാനം പറയും? ജുഡീഷ്യൽ സമ്മാനം പറയോ? ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ, സാധാരണക്കാരനാണ് അയാള്. ഈ ഒരു തെമ്മാടിക്ക് കിട്ടുന്ന സപ്പോർട്ട് നോക്കിയിട്ടാണ് നമ്മൾ നിങ്ങളെമാര് സാധാരണക്കാരനാണോ? അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്, സാധാരണക്കാരനല്ല അയാള്. ഇതുപോലുള്ള ഒരു ആഭാസനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ എന്താണ് പബ്ലിക് ന്യൂസൻസ്, പൊതുശല്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പീഡനത്തിന്റെ അളക്കുന്ന യന്ത്രം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ സഭ്യത അളക്കുന്ന യന്ത്രം എന്നാണ് രാഹുൽ ഈശ്വറിന് കിട്ടിയത്? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർത്ത് വിളിക്കുന്ന, ഒരു ദിവസം കൈക്കൂമ്പിളിൽ കൊണ്ടിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ? എന്തിനങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ പ്രത്യേകത ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. അങ്ങനത്തെ ഒരാളാണോ കോച്ചെ? നിങ്ങൾ പറയും. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.